വൈകുന്നേരം അമ്മ തറവാട്ടിൽ പോയപ്പോൾ അവിടുന്ന് മേമ കൊടുത്തയച്ചാട്ടോ ഈ ഒരു ചക്ക കഷ്ണം. അത് ജ്യൂസ് അടിക്കാൻ വേണ്ടി മുറിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഈ മുറിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഫ്ലാഷ് അടിച്ചിട്ട് എന്താ നോക്കണമെന്നല്ലേ, വേറൊന്നുമല്ല പുഴുവിനെ കേട്ടോ. കൊണ്ടുമ്പളേ മേമ പറയുന്നുണ്ട് അതിൽ പുഴുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് മതി കഴിക്കല്ലേന്ന്. അതാണ് അവിടെ ഒരാൾ ഫ്ലാഷ് അടിച്ച് നോക്കണേ. ഞാനിതവിടെ കടല വറക്കാൻ വേണ്ടി പോവുകയാണേ. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു പുഴുവിനെ കിട്ടിയിട്ടോ. എൻ്റെ ഏട്ടന്മാരല്ലേ ആ പുഴുവിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ആ പുഴു ഇരുന്ന കഷ്ണമൊന്നും ഞങ്ങൾ മാറ്റിയിട്ടില്ല. ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. എങ്ങനെ ഇരിക്കണ്, വേണ്ടാത്തവർ കഴിക്കണ്ട, ഞങ്ങൾ കഴിച്ചോണ്ട് എന്നായിരുന്നു അവരെ മറുപടി. അങ്ങനെ അജിത മാമി അതിൻ്റെ ഇടയിൽ ഒരു ചക്കച്ചോളം വന്ന് കടിച്ചു കിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാമിയെ അതിൽ പുഴുണ്ടായിരുന്നെന്ന്. കേട്ട പാതി മാമി അത് തുപ്പിക്കളഞ്ഞേ. ഞാനിതാ ആർക്കൊരു ശല്യമില്ലാതെ ഇവിടെ കടല വറക്കുക കേട്ടോ. ശല്യമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അജിത്തേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. അയിത്തേട്ട ഉപ്പിടട്ടെ, അയിത്തേട്ട ചൂടെങ്ങനെ, ഇനി ഇളക്കണോ, എത്ര ഇളക്കണം, ഇതൊക്കെ ഞാൻ അജിത്തേട്ടനോട് ചോദിച്ചിട്ടാട്ടോ ചെയ്യണത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്കണ്ട് ചെയ്തുകൂടെ, ഒരു കടല വറക്കാൻ ഇത്ര പണിയൊന്നും ഇല്ലല്ലോ. പക്ഷേ എനിക്ക് ചോദിച്ച് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അത് അജിത്തേട്ടനോടൊന്നല്ല, ആരോടാണെങ്കിലും ഇതെങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ, പുളിയുണ്ടോ, മധുരമുണ്ടോ ഒക്കെ ചോദിച്ച് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഇവരെ ചക്കച്ചോള വറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവുകയാണേ. ജാറിക്ക് ചക്കച്ചോള ഇട്ട് പഞ്ചസാര ഇട്ട് പാലില്ലായിരുന്നു, അതുകൊണ്ട് പാൽപ്പൊടി ആയിട്ടിട്ടത് എന്താ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകുന്നു. അജിത്തേട്ടൻ ജ്യൂസ് മാസ്റ്റർ ആയതുകൊണ്ട് അജിത്തേട്ടൻ്റെ ജ്യൂസൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ഗ്യാപ്പിൽ കടല അവിടെ ആയിരിക്കുന്നുണ്ട് കേട്ടോ. ചൂട് കാരണം ആരും അത് തൊട്ടിട്ടില്ല, ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അതേറ്റ് കുറച്ച് നേരം ഒന്ന് ബിസി ആയിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഇതാ ജ്യൂസൊക്കെ ഇവിടെ അടിച്ച് തണുപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തു. ഇതാ എല്ലാവരും കൂടി കുടിക്കുക. അജിത്തേട്ടൻ കുടിച്ചില്ല കേട്ടോ. അജിത്തേട്ടൻ മധുരം അങ്ങനെ കുടിക്കാറില്ല. ഇവരൊക്കെ ഷുഗർ കട്ടിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടിച്ചു. ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നല്ല, ഒട്ടുമിക്ക ദിവസം എൻ്റെ വീട്ടിൽ ഇങ്ങനെ കേട്ടോ എല്ലാവരും ഉണ്ടാവും. നല്ല രസമാട്ടോ. അങ്ങനെ കടലയും കഴിച്ച് ജ്യൂസും കുടിച്ച് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ.